നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകത്ത് ദേവതകളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നത് ചില തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമാണ്. ഇവരുടെ ഹൃദയം തീ പോലെ ശുദ്ധം, ധൈര്യം പർവ്വതത്തെ പോലെ ഉറച്ചത്, അന്യായത്തിന് മുന്നിൽ ഒരിക്കലും മുട്ടുകുത്താത്തവർ. ഈ 8 നക്ഷത്രക്കാരെ ഭദ്രകാളി ദേവി ജനനത്തോടു കൂടി തൻ്റെ കരങ്ങളിൽ എടുത്തവരാണ്. അവരെ അനാവശ്യമായി വേദനിപ്പിക്കുന്നവരും ദോഷം ചെയ്യാൻ നോക്കുന്നവരും തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയാതെ സ്വന്തം ജീവിതം തന്നെ ദേവിയുടെ കോപത്തിലേക്ക് തീർത്തു കൊടുക്കും. കാളിയമ്മയെ അനായാസം മാറ്റാൻ ആർക്കും കഴിയില്ല. ഈ നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചാൽ അവളുടെ കണ്ണുകൾ തുറക്കും, അവൾ കണ്ടു നിൽക്കില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ 8 നക്ഷത്രങ്ങളെ. വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ കാളിദേവിയുടെ തീജ്വാലയിൽ നിന്നാണ് എന്ന് വിശ്വാസം. ഇവരുടെ ഉള്ളിലെ ശക്തി ഒരുപാട് പേർക്ക് ഭയപ്പെടുത്തുന്നതാണ്. ദോഷം ചെയ്യുന്നവരെ മുന്നിൽ നിർത്തി പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ട്. ഇവരുടെ മനസ്സ് തൊട്ടവർക്ക് അനുഗ്രഹം, വേദനിപ്പിക്കുന്നവർക്ക് ദേവിയുടെ കഠിന ശിക്ഷ. ഭരണി നക്ഷത്രക്കാരെ ഒരിക്കൽ തെറ്റായി കളിച്ചാൽ താമസമില്ലാതെ തിരിച്ചടി ഉണ്ടാകും. അവരെ വേദനിപ്പിക്കുന്നത് ഭദ്രകാളിയെ തന്നെ വേദനിപ്പിക്കുന്നതുപോലെ. 2. ആയില്യം നക്ഷത്രം. നാഗശക്തിയും ഭദ്രകാളിയുടെ ദേവീശക്തിയും ഒരുമിച്ച് നിൽക്കുന്ന നക്ഷത്രമാണ് ആയില്യം. ഇവരോട് സത്യസന്ധമായി പെരുമാറുന്നവരെ സ്വർഗം പോലെ സംരക്ഷിക്കും. പക്ഷേ കപടത, വഞ്ചന, അന്യായം ഇവ കാണുന്ന ഉടൻ തന്നെ ദേവിയുടെ മാതൃരൂപം ഉഗ്രരൂപം ആകും. ആയില്യം നക്ഷത്രക്കാരെ വേദനിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദേവിയുടെ നീതി വീഴും. എന്ത് കയ്യിൽ വെച്ചാലും ഒരു നിമിഷം കൊണ്ടുപോകും. ഇത് കാളിയമ്മയുടെ സംരക്ഷണമാണ്. 3. പൂരം നക്ഷത്രം. ഭദ്രകാളി ദേവിയുടെ പ്രിയപ്പെട്ട വീരനക്ഷത്രം. പൂരം നക്ഷത്രക്കാർ ജനനത്തോടു കൂടി തന്നെ വീരശക്തിയുടെ ധൈര്യത്തിൻ്റെയും പ്രതീകമാണ്. ഇവരാണ് കാളിദേവിയുടെ ഉഗ്രകരങ്ങൾ എന്നുപോലും ശാസ്ത്രങ്ങൾ പറയുന്നു. പൂരക്കാരുടെ മനസ്സ് പുറത്ത് കരുണ, അകത്ത് കാളിയുടെ അഗ്നി. ഇവരെ നല്ലവണ്ണം അറിയുന്നവർ അവരുടെ സ്നേഹത്തിന് അർഹതയുള്ളവരായി പോകും. പക്ഷേ അവരെ കുറച്ചുപോലും വേദനിപ്പിക്കുന്നവർ അതുതന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി മാറും. കാരണം ദേവിയുടെ കണ്ണു തുറന്നാൽ വീഴുന്നത് പൂരക്കാരന് മേലെയല്ല, വീഴുന്നത് പൂരം നക്ഷത്രക്കാരനെ വേദനിപ്പിച്ചവരുടെ മേലെയാണ്. പൂരം നക്ഷത്രക്കാരന് ഒരു പ്രത്യേക ഗുണമുണ്ട്. ശത്രു എത്ര ശക്തനായാലും ഇവർ മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തിന് വഴി മാറണം. ഇവരെ നെഞ്ചിൽ കത്തി കുത്തിയാലും തിരിച്ചടിക്ക് കാത്തിരിക്കില്ല, തീർത്തും ശാന്തമായി ഇരിക്കും. പക്ഷേ ആ ശാന്തതയുടെ പിന്നിൽ ഭദ്രകാളിയുടെ ക്രോധമാണ് നിൽക്കുന്നത്. 4. രേവതി നക്ഷത്രം. ദേവിയുടെ കരുണയും കോപവും ഒരുമിച്ചുള്ള നക്ഷത്രം. രേവതിക്കാർ സ്വഭാവത്തിൽ അത്രയും ശാന്തരും മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ഇവർക്ക് പിന്നിൽ നിൽക്കുന്ന ദൈവിക ശക്തി അവരെ സാധാരണക്കാരിൽ നിന്നും വേർതിരിക്കുന്നു. രേവതിക്കാർക്കെതിരെ അന്യായം ചെയ്താൽ ദേവിയുടെ കരുണ മാറി കോപമായി തീരുന്ന നിമിഷമുണ്ട്. അവരെ വേദനിപ്പിക്കുന്നവർ തങ്ങൾ ചെയ്തതിൻ്റെ ഫലം വേഗത്തിൽ തന്നെ നേരിടേണ്ടി വരും. രേവതിക്കാർ മിണ്ടാതിരിക്കാം, പക്ഷേ അവരുടെ ഉള്ളിലെ ശക്തി അവരെ ഉയർന്നിടത്തേക്കാണ് തള്ളുന്നത്. അന്യായം ചെയ്യുന്നവരുടെ വഴി ദേവി തന്നെ തടഞ്ഞിടും. ശാന്തരാണെങ്കിലും വിരൽ ചൂണ്ടി തുടരുത്, ദേവിയുടെ കരങ്ങൾ ഇവരെ കാക്കുന്നുണ്ടല്ലോ. 5. അനിഴം നക്ഷത്രം. ദേവിയുടെ കാവൽ നോട്ടമുള്ള നക്ഷത്രം.
അനിഴക്കാർ ജനിക്കുന്നത് മുതൽ തന്നെ ഒരു അദൃശ്യമായ ദേവീശക്തി ഇവരെ ചുറ്റി നിൽക്കും. സ്വഭാവത്തിൽ ശാന്തരും നല്ല മനസ്സുള്ളവരുമാണിവർ. ഇവരെ ആളുകൾ പലപ്പോഴും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തേക്കാം. പക്ഷേ അതാണ് ഇവരുടെ വലിയ തെറ്റ്. അനിഴക്കാർക്ക് അനാവശ്യമായി ദോഷം ചെയ്യാൻ ആര് ശ്രമിച്ചാലും ദേവിയുടെ കാവൽ നോട്ടം ഒരിക്കലും അനുവദിക്കില്ല. പ്രതിഷേധം ഇവരിൽ നിന്ന് വരില്ല. പക്ഷേ ഫലം തിരിച്ചടിയായി അവരെ വേദനിപ്പിക്കാൻ നോക്കുന്നവർക്കാണ് ലഭിക്കുക. അനിഴക്കാരൻ മിണ്ടാതെ സഹിക്കുന്നതുപോലെ തോന്നും. പക്ഷേ മുകളിലിരിക്കുന്ന ശക്തി സമയത്ത് തന്നെ ഇടപെടും. അവരെ വേദനിപ്പിക്കാൻ നോക്കുന്നവരുടെ വഴികൾ ഒന്നൊന്നായി അടയാൻ തുടങ്ങും. അനിഴക്കാരനെ ചെറുതായി കാണരുത്. ദേവിയുടെ കരങ്ങൾ ഇവരെ കാക്കുന്നുണ്ട്. 6. ചിത്തിര നക്ഷത്രം. കാളിയുടെ കരുതലുള്ള തീ നക്ഷത്രം. ചിത്തിരക്കാരെ പുറംലോകം വളരെ ശാന്തരും സോഫ്റ്റുമായി കരുതും. പക്ഷേ ഉള്ളിലൊരു തീയാണ്. ദേവിയുടെ പ്രൊട്ടക്ഷൻ ഇവർക്ക് അത്ര ശക്തം. ആരെങ്കിലും ഇവരെ വേദനിപ്പിക്കാൻ നോക്കിയാൽ അതിൻ്റെ തിരിച്ചടി വൈകാതെ എത്തും. ചിത്തിരക്കാരൻ അനാവശ്യമായ കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കാരണം അവർക്ക് ആത്മവിശ്വാസമാണ്. എന്നെ കാത്തു നിൽക്കുന്നവർ മുകളിലുണ്ട്. അവരുടെ കണ്ണുനീർ പോലും പാഴായി പോകില്ലെന്ന് പറയാം. ഇവരെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആരുടെ വഴിയാണോ തെറ്റിയതെന്ന് സമയം തന്നെ കാണിച്ചു തരും. ചിത്തിരക്കാരെ വേദനിപ്പിക്കുന്നവർ ഒടുവിൽ അവരുടെ തന്നെ തെറ്റിൻ്റെ ചൂട് അനുഭവിക്കും. ചിത്തിരക്കാർ ശാന്തരാകും. പക്ഷേ അവരെ കൈയോടെ തൊടുന്നവർക്ക് ഭദ്രകാളിയുടെ ശക്തി മറുപടി നൽകും. 8. പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർ കാളീദേവിയുടെ വരദാനം തൊട്ടവരാണ്. അവരുടെ ചിന്ത, വാക്ക് ഒരാഴം പോലും ശക്തി നിറഞ്ഞതാണ്. ഇവരെ വേദനിപ്പിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഇടിവും നഷ്ടവും സ്വയം വരും. കാരണം പൂരാടക്കാരുടെ പിന്നിൽ ദേവിയുടെ വാൾ നിൽക്കുന്നു. 8. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർ ശാന്തരായി തോന്നും. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ശക്തി അധികം തന്നെയുണ്ട്. പുറത്ത് സുന്ദരം, അകത്ത് സർവ ദേവതാ അനുഗ്രഹം. വീട്ടിലെ ദോഷദൃഷ്ടി, കൂട്ടുകെട്ട് ഒന്നും ഇവർക്കു നേരെ ദീർഘകാലം നിലനിൽക്കില്ല. അവരെ വേദനിപ്പിക്കുന്നവൻ ഒടുവിൽ സ്വന്തം തന്നെ നാശത്തിൽ വീഴും. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരിക്കണം. ദൈവം അനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാരെ മനുഷ്യനൊന്ന് കുലുക്കി മാറ്റാൻ കഴിയില്ല. ആരും വേദനിപ്പിക്കുമ്പോഴും, ആര് തെറ്റിദ്ധരിക്കുമ്പോഴും, ആര് പിന്നിൽ നിൽക്കാതിരിക്കുമ്പോഴും ഭദ്രകാളി ഇവരോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ മതി, വിജയം അവരുടെ വഴിയിലേക്ക് തന്നെ നടക്കും. ജീവിതം എത്ര കഠിനമായാലും നിങ്ങളെ കണ്ണീരിലാക്കുന്നവർ ഒരിക്കൽ തിരിച്ചറിയും. അവർ തെറ്റിച്ചത് സാധാരണ ആളെയല്ല, ദേവിയുടെ കരുതലിൽ ഉള്ളവരെയാണ്. എല്ലാ ഭക്തർക്കും ഒരു വാക്ക്: നിങ്ങളുടെ നന്മയും ഹൃദയശുദ്ധിയും ഒരിക്കലും വിട്ടുകളയരുത്. ലോകം തെറ്റിദ്ധരിപ്പിച്ചാലും അടുത്തുള്ളവർ തെറ്റു ചെയ്താലും ദേവി നിങ്ങളെ ഒരു നിമിഷം പോലും വിട്ടുകളയില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് സഹിച്ച വേദന, ആരും കാണാതെ ചിന്തിച്ച കണ്ണുനീർ, ഹൃദയത്തിൽ ഒളിപ്പിച്ച മുറിവുകൾ, ഇവയെല്ലാം ദേവി എണ്ണിവെച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് നിങ്ങളെ ഉയർത്തിയെടുക്കുന്ന ഒരു ശക്തമായ തിരിച്ചുവരവ്, ഒരു വലിയ അനുഗ്രഹവും പുതിയ വഴിത്തിരിവും. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.